മുരളീധരനോ ചെന്നിത്തലയോ ആരാവും അടുത്ത KPCC പ്രസിഡന്റ്? ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം KPCC നേതൃത്വത്തിൽ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ അതൃപ്തിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ രഹസ്യ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ജയിക്കുമെന്ന് ഉറപ്പാക്കാനായിട്ടില്ല. അതോടൊപ്പം ഇലക്ഷനിൽ തോറ്റി KPCC അധ്യക്ഷ സ്ഥാനം കൂടി പോയാലോ ആലോചിക്കാൻ കൂടിയാവില്ല സുധാകരന്. കടുത്ത പ്രതിസന്ധിയായിരിക്കും തോൽവിയുണ്ടായാൽ സുധാകരൻ നേരിടാൻ പോകുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിൽ ഒറ്റപ്പെട്ടേക്കാം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുള്ളത്. 2005 മുതൽ 2014 വരെ ദീർഘകാലം KPCC അധ്യക്ഷനായതിന്റെ പരിചയ സമ്പത്തും ചെന്നിത്തലയ്ക്കുണ്ട്. പാർട്ടിയെ നയിക്കാൻ സുധാകരനേക്കാൾ നേതൃപാഠവുമുള്ള ഒരു മുതിർന്ന നേതാവ് വരണമെന്നാണ് കോൺഗ്രസിലെ യുവ നേതാക്കളുടെ അടക്കം ആവശ്യം. സുധാകരന്റെ പല പരാമർശങ്ങളും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ടെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ചെന്നിത്തല തയ്യാറായില്ലെങ്കിൽ K മുരളീധരനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരന് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു നൽകാത്തത്. തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനാൽ സുധാകരനെ താൽക്കാലികമായി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. MM ഹസനാണ് താൽക്കാലിക ചുമതല നൽകിയത്. കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അധ്യക്ഷ സ്ഥാനം തിരിച്ചു കിട്ടുമെന്ന് സുധാകരൻ കരുതിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന KPCC യോഗത്തിൽ സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരിച്ചു കൊടുക്കുന്നതിൽ തീരുമാനമായില്ല. അധ്യക്ഷ സ്ഥാനം തിരിച്ചു തരണമെന്ന് KPCC യോഗത്തിൽ സുധാകരൻ പറഞ്ഞു. എന്നാൽ കുറച്ചുകൂടി കാത്തിരിക്കൂ എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മറുപടി നൽകിയത്. വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം തീരുമാനമെടുക്കാമെന്നാണ് വേണുഗോപാൽ അടക്കമുള്ളവരുടെ നിലപാട്. തന്നെ തഴയാൻ വേണ്ടിയാണോ ഇങ്ങനെയൊരു നിലപാടെന്ന് സുധാകരനും സംശയമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരനും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സതീശൻ കളിക്കുന്നുണ്ടെന്നാണ് സുധാകരന്റെ ഭയം. തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി നേതൃമാറ്റം വേണമെന്ന നിലപാടിലേക്ക് AICC പോകുമോ എന്നാണ് സുധാകരൻ സംശയിക്കുന്നത്. തന്നെ മാത്രം മാറ്റിക്കൊണ്ടുള്ള നേതൃമാറ്റം അംഗീകരിക്കില്ലെന്ന് സുധാകരൻ വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. തന്നെ മാറ്റുകയാണെങ്കിൽ സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. സുധാകരൻ കണ്ണൂരിൽ ജയിക്കുകയാണെങ്കിൽ എതിരാളികളുടെ വായടപ്പിക്കാൻ ആ ജയം കൊണ്ട് കഴിയുമെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവർ കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ.